ഏറ്റവും ക്രൂഷ്യലായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയ വർഷം സംസ്ഥാന പോലീസിന്റെ അപ്രഖ്യാപിത മേധാവി RSS ടോപ്പ് ബ്രാസുമായി നടത്തിയ രഹസ്യ ചർച്ചകൾ പിറ്റന്നാൾ തന്നെ സർക്കാർ അറിഞ്ഞതാണെങ്കിലും കണ്ടമട്ട് നടിക്കാതെ പൂഴ്ത്തിവെച്ച വിവരങ്ങൾ പുറത്തായി ആഭ്യന്തര വകുപ്പ് തെരുവിൽ ഉടുമുണ്ടഴിഞ്ഞു നിൽപ്പാണ്. കാവിക്കൂടാര കൂടിക്കാഴ്ചയിൽ സഖാവെ CPI അതൃപ്തിയിലാണല്ലോ എന്ന ചോദ്യത്തിന് പിന്നെ ഞങ്ങളെന്താ തൃപ്തരാണോ എന്നറിയാതെ അമർഷം പറയുന്ന MP ഗോവിന്ദൻ ഇന്നും ചോദിക്കലാണ്. ADGP RSSകാരെ കണ്ടാൽ ഞങ്ങൾക്കെന്താ പ്രശ്നം? ഇടതു രാഷ്ട്രീയം തൊട്ടു തീണ്ടാത്ത ചോദ്യം തന്നെയാണ് പാർട്ടി സെക്രട്ടറി പ്രശ്നം. ദാവൂദ് ഇബ്രാഹിം മോഡൽ എന്നൊരു അധികാരപക്ഷ MLA വിളിച്ചു രേമാൻ ദത്താത്രേയ ഹോസബിള്ളയും റാമാധവനെയും തലയിൽ മുണ്ടിട്ട് പോയി കണ്ടത് വിജയന്റെ രക്ഷാപ്രവർത്തന ദൗത്യമല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച CPMന്റെ കണ്ണിലെങ്കിലും തെറ്റാണ് എന്ന് കരുത്തോടെ പറയാൻ വിറക്കലെന്തിനാണ് സൈദ്ധാന്തിക? അയാൾ പിണറായി വിജയനല്ല, പൂരം കലക്കി വിജയനാണെന്ന് തെരുവിൽ നിന്നും കളിയാക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ആ ശക്തന്റെ തട്ടകത്തിൽ മറുപടിയില്ലാ ചോദ്യങ്ങൾ പൂരപ്പന്തലാണ്. ചിരുട്ടാക്കിയത് ആരാണ്? വെടിക്കെട്ടും മേളവും അടക്കം ക്ഷേത്രോത്സവത്തിന്റെ ആചാരങ്ങളെ അട്ടിമറിച്ചത് എന്തിനാണ്? കൂറ്റൻ ബാരിക്കേഡിലെ ഈച്ചേറാക്കോട്ടയിലേക്ക് BJP സ്ഥാനാർത്ഥി ആംബുലൻസിൽ കടന്നുകൂടിയത് എങ്ങനെയാണ്? അട്ടിമറിപ്പണിക്ക് ഉത്തരം തേടി ഏതോ അന്വേഷണ റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണ് പാവം ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ആനയ്ക്ക് തീറ്റ കൊണ്ടുവന്ന പാപ്പാനെ വരെ നെഞ്ചത്ത് കയറി കൊണ്ടുപോടാ നിന്റെ പട്ട എന്ന് അങ്കിത് അശോകൻ മുക്കറിയിട്ടതടക്കം ആ പൂരം കലക്കലിൽ ആധികാരികമായി പറയാം. ഇതുവരെയും ഒരു പരിശോധനയും ഉണ്ടായിട്ടില്ല, ഒരു റിപ്പോർട്ടും ഒരു കോടതിയിലുമില്ല. പ്രിയപ്പെട്ട സുനിലേട്ട, നോക്കിയിരിക്കല്ലേ, ആഭ്യന്തരം നിങ്ങളെ പറ്റിക്കലാണ്. സൂപ്പർ DGPക്ക് മൂക്കിരുതാഴ പൂരപ്പറമ്പിൽ മനുഷ്യനെ വെറുപ്പിച്ച് ഏമാനെതിരെ കണ്ണിൽ പൊടിയിട്ട ഒരു ഉഡായിപ്പ് സ്ഥലം മാറ്റത്തിന്റെ മാസമൊന്നാകുമ്പോഴേക്കും അങ്കിത് അശോകൻ ടെക്നിക്കൽ ബ്രാഞ്ച് SP ആണെങ്കിൽ, അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെങ്കിൽ നാട്ടുകാർക്ക് തിരിയുന്നുണ്ട് സർക്കാരെ നെറികെട്ട കണ്ണുപൊത്തിക്കളി. ഒളിക്കാനും മറയ്ക്കാനുമില്ലാത്തൊരു സാധാരണ ചർച്ചയാണെങ്കിൽ ആ കൂടിക്കാഴ്ച നടന്നിട്ടേ ഇല്ല എന്ന് RSSന്റെ പ്രാന്തപ്രചാരക നേതാവ് കള്ളം പറഞ്ഞത് എന്തിനാണ്? ചാപ്പകൾ ആഞ്ഞടിച്ചാലും മാപ്രയെന്ന് അധിക്ഷേപിച്ച് വളഞ്ഞിട്ട് വെട്ടിയാലും ഈ മുടിഞ്ഞ പോക്കലത് പറയാതിരിക്കൽ ചരിത്ര വഞ്ചനയാണ്. CPMന്റെ അഭിനവ നേതൃത്വമേ, ഗോവിന്ദ വിജയന്മാരെ, ലക്ഷക്കണക്കിന് സാധു സഖാക്കൾ ചോരയിലും വിയർപ്പിലും പടുത്തൊരു പാർട്ടിയെ നിങ്ങളുടെ ഈ ഒരുപോക്കിൽ കഴിമരം കയറ്റലാണ്. ഇനിയും തിരുത്തില്ലെങ്കിൽ, പാർട്ടിയിലെ പുഴുക്കുത്തുകളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ബംഗാൾ വഴിയിൽ CPMയെ ആസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. പാനൽ KR ഗോപികൃഷ്ണൻ, ശ്രീ വേണു ബാലകൃഷ്ണൻ, അതിഥികൾ ശ്രീ ഷാഫി ചാലിമടുകൻ, P കൃഷ്ണദാസ്, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ജോർജ് ജോസഫ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ചർച്ചയിലേക്ക് വരും മുൻപ് ഇന്ന് ഈ വിഷയത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPMനെ കൂട്ടിക്കെട്ടണ്ട. ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട. അതാണ് ഞാൻ അന്നും പറഞ്ഞത്, ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പിന്നെ നിങ്ങൾ CPMനെ പറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇപ്പോൾ അത് തൃപ്തിയോടുകൂടിയാ. ഞാനിപ്പോൾ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോന്ന്. റെജി ലൂക്കോസ്, ഇവിടെ പാർട്ടി തലത്തിലുണ്ടായ വീഴ്ചയ്ക്ക് ഞങ്ങളെ CPMനെ കൂട്ടിക്കെട്ടണ്ട എന്ന് പറയുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. റെജി ലൂക്കോസ്, ഇവിടെ ഭരിക്കുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ്. അതിന്റെ മുഖ്യമന്ത്രി ഒരു PB അംഗമാണ്. കൂട്ടിക്കെട്ടണ്ട എന്ന് പറയുന്ന അർത്ഥത്തിൽ ഏതർത്ഥത്തിലാണ്? CPMന് തൃപ്തിയില്ലെങ്കിൽ, CPIക്ക് തൃപ്തിയില്ലെങ്കിൽ, LDFനും തൃപ്തിയില്ലെങ്കിൽ പിന്നെ ADGP ആ കസേരയിൽ ഇപ്പോഴും തുടരുന്നത് എങ്ങനെയാണ്? റെജി ലൂക്കോസ്. ഹാഷ്മി, അത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അതായത് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, സർക്കാർ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം. ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം സർക്കാരിൻ്റെ ആക്ടിവിറ്റീസും പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് കൂട്ടിയിണക്കിയുള്ള നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഈ ചമൽക്കാരങ്ങളാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾക്കിപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ അജിത് കുമാറിനെ രാജിവെപ്പിച്ച് പിന്നെ കേരളത്തിലൊരു രാഷ്ട്രീയ നേട്ടത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ലക്ഷ്യം പൂർത്തീകരിക്കണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചെന്താ? ഒരു കാര്യം ഞാൻ പറയാം. RSSന്റെ മേധാവിയെ കേരളത്തിലെ ക്രമസമാധാന നിലയുള്ള ഒരു ADGP പോയി സന്ദർശിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും LDFുമായിട്ട് ഇടതുപക്ഷമായിട്ട് യോജിക്കുന്ന രീതിയിലുള്ള നയമായിട്ട് യോജിക്കുന്ന ഒരു വിഷയമേ അല്ലെന്നുള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ആഷ്മിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയും. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രഖ്യാപിതമായിട്ടുള്ളൊരു വിലക്കുണ്ടായിരുന്നത്. RSS എന്ന് പറയുന്ന സംഘടനയുടെ സാംസ്കാരിക പരിപാടിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, പ്രത്യേകിച്ച് ഈ IPS ഉദ്യോഗസ്ഥന്മാരെ പോലുള്ളവർ പങ്കെടുക്കാൻ പാടില്ലെന്നുള്ളൂ. ആ വിലക്ക് പിൻവലിച്ചത് കഴിഞ്ഞ അടുത്ത കാലത്താണ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. അപ്പോൾ അതുകൊണ്ട് RSSന്റെ നേതാക്കളെ അടുത്ത് അവർക്ക് എന്തെങ്കിലും പേഴ്സണലായ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നതിനെ വിലക്കാൻ
നിയമപരമായിട്ടൊരു സർക്കാരിന് സാധിക്കത്തില്ല. ധാർമ്മികപരമായിട്ട് രീതിയിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ള വളരെ കറക്റ്റായ കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ വിഷയം റെജി ലൂക്കോസ്, ഇത് താങ്കൾ പറയേണ്ടത് ഇതൊരു പാവം റെജി ലൂക്കോസ് അല്ല എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് ചാനൽ പ്രതിനിധികളെ അല്ലെങ്കിൽ പാർട്ടി പ്രതിനിധികളെ ഇനി ചർച്ചയിലേക്ക് വിടണോ എന്ന് പാർട്ടി ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ പാർട്ടി പ്രതിനിധികൾ വരുന്നില്ല. ശ്രീ റെജി ലൂക്കോസ്, പാർട്ടിയുടെ AKG സെന്ററിൽ ഈ വിഷയം തുടങ്ങിയതിനു ശേഷം പാർട്ടി പ്രതിനിധികളെ വിടുന്നില്ല എന്നുള്ള തീരുമാനം. ഇപ്പോൾ മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പാർട്ടി പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങളിൽ വിടേണ്ടതില്ല എന്നാണ് തീരുമാനം. അത് പാർട്ടി തീരുമാനിക്കട്ടെ. ഇത് പറയേണ്ടത് ഒരു പാവം റെജി ലൂക്കോസ് അല്ല, ഇത് പറയേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. എന്തുകൊണ്ടാണ് ഇന്നും MP ഗോവിന്ദൻ പറയുന്നത് ADGP RSനെ പോയി കണ്ട ഞങ്ങൾക്ക് എന്താ ചോദിക്കുക? ഒരു CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കേണ്ട ചോദ്യമാണോ റെജി ലൂക്കോസ് അത്? അല്ല, അത് നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വരുന്ന പ്രശ്നമാണ്. കാരണം ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന പരിണത പ്രശ്നമുള്ള രാഷ്ട്രീയ നേതാവ് ഇന്ന് പറഞ്ഞത് അന്തരീക്ഷത്തിലുണ്ട്, എയറിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞു ഞാൻ തൃപ്തനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതാണ് അദ്ദേഹം പറഞ്ഞ വാക്യം. അപ്പോൾ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താ സംശയക്കാരില്ല. പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും ഒരു RSSകാരന്റെ ശ്രീ റെജി ലൂക്കോസ് വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ശ്രീ റെജി ലൂക്കോസ്, വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ താങ്കൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതൊക്കെ അന്തരീക്ഷത്തിലുണ്ട് എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അന്തരീക്ഷത്തിലുണ്ട്, പ്രേക്ഷകരൊക്കെ കേട്ടതുമാണ്. പാർട്ടിയെ ഈ വിഷയവുമായി കൂട്ടിക്കെട്ടണ്ട എന്ന് പറഞ്ഞാൽ MR അജിത് കുമാർ എന്ന ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ രാഷ്ട്രീയ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന ആരോപണം ഉയരുമ്പോൾ ആ വിഷയത്തെ പാർട്ടിയുമായി കൂട്ടിക്കെട്ടണ്ട എന്ന് MP ഗോവിന്ദൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് മുഖ്യമന്ത്രി മാത്രം, അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ മാത്രമാണ് ഇപ്പോൾ ADGP MR അജിത് കുമാർ അവിടെ തുടരുന്നത് എന്നല്ലെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കുക, അതിനകത്ത് തെറ്റൊന്നുമില്ല. അക്കാര്യത്തിൽ അല്ല, വ്യാഖ്യാനമല്ല, താങ്കൾ പറഞ്ഞാൽ മതി. പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതല്ല ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറയുന്നത്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും സർക്കാർ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനമാണ്. അതിന് അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രാഥമിക അന്വേഷണത്തിൽ തെറ്റുകാരനെന്ന് കണ്ടുകൊണ്ട് പത്തനംതിട്ട SP സസ്പെൻഡ് ചെയ്തില്ലേ? ഇതേ അന്വേഷണമല്ലേ ഈ IGക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് ഭരണതലത്തിലെ തീരുമാനങ്ങളല്ല, അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനങ്ങൾ. അതിന്റെ വഴിക്ക് നടക്കട്ടെ. അന്വേഷണമോ DGPയുടെ റിപ്പോർട്ടോ എന്തും നടക്കട്ടെ. CPM എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? RSS എന്ന് പറയുന്നത് ഒരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന, അതിന്റെ സംഘപരിവാരത്താൽ കൊല ചെയ്യപ്പെട്ട കുറെ അധികം രക്തസാക്ഷികളുടെ ചോരയിൽ കൂടി പടുത്തൊരു പ്രസ്ഥാനമല്ലേ? ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നിന്ന് ADGP RSS മേധാവിമാരെ പോയി കണ്ടാൽ ഒന്നല്ല 2 കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ചയുടെ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അത് തെറ്റാണ്, അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് 2 വാക്ക് മതി. എന്തുകൊണ്ടാണ് MP ഗോവിന്ദന്റെ വായിൽ നിന്ന് വരാത്തത്? അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി നേതാവിന്റെ വായിൽ നിന്ന് വരാത്തത്? അല്ല ആഷ്മി, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞില്ല ഞാൻ അസംതൃപ്തനാണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അത് അതിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഗോവിന്ദ മാഷ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ വാക്കിനെ മാത്രം തപ്പടി. അദ്ദേഹം വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞില്ല ഞാൻ അസംതൃപ്തനാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അസംതൃപ്തനാണെന്ന് പറഞ്ഞാൽ ഞാൻ തൃപ്തനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള മീനിങ് എന്താ? അത് ഗോവിന്ദൻ മാഷിന്റെ കടുകെട്ടി സൈദ്ധാന്തിക ക്ലാസ് പോലെ ഒന്ന് വേണോ സാർ? ഗോവിന്ദൻ മാഷിന്റെ കടുകെട്ടി സൈദ്ധാന്തിക ക്ലാസ് പോലെ ഒരു കാര്യം വേണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് 2 വാക്കാണ്. ADGP CPM എതിരെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കാര്യം ബാക്കിയൊക്കെ വിട്ടേക്കൂ. CPM RSS എന്ന രണ്ട് പ്രസ്ഥാനങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയ നയം വെച്ചിട്ട് ADGP സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരാൾ RSS മേധാവിമാരെ പോയി കണ്ടത് അത്ര ശരിയായില്ല എന്നൊരു വാക്ക് പറഞ്ഞുകൂടെ MP ഗോവിന്ദൻ? എന്റെ ചോദ്യം അല്ല, അത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് 2 പ്രാവശ്യം മനസ്സിലായി. ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ CPM പാർട്ടി പ്രവർത്തകരും അനുഭാവികളും അനുയായികളും സഹയാത്രികരുടെ എല്ലാം വികാരമാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. അതിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഗോവിന്ദ മാഷിന്റെ ഭാഷ്യം. അല്ലെങ്കിൽ അദ്ദേഹം അതൃപ്തി വരണോ? അദ്ദേഹത്തിന് അതങ്ങോട്ട് ഓൺ ചെയ്താൽ പോരെ? അത് എന്തിനാ അദ്ദേഹത്തിനെ മാറ്റണമെന്നൊക്കെ ചോദിച്ചാൽ പോരെ? അത് നിങ്ങളെന്തിനാ ഇങ്ങനെ ചമൽക്കരിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്നത്? വളരെ ചമൽക്കാരമൊന്നുമില്ല. പാർട്ടിയുമായി കൂട്ടിക്കെട്ടണ്ട എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉയരുന്ന രാഷ്ട്രീയ ആരോപണത്തിൽ ആരുമായാണ് കൂട്ടിക്കെട്ടേണ്ടത്? മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ആരുമായാണ് ആ വിഷയത്തെ കൂട്ടിക്കെട്ടേണ്ടത്? അല്ല, അതാ അഡ്മിനിസ്ട്രേഷനെയാണ് പുള്ളി ഉദ്ദേശിച്ചത്, ആഭ്യന്തര വകുപ്പിനെയാണ് പുള്ളി ഉദ്ദേശിച്ചത്. നിങ്ങളുടെ വിമർശനങ്ങൾ ബലമായിട്ട് നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ആഭ്യന്തര വകുപ്പോ? ആ വകുപ്പ് ആരാ ഭരിക്കുന്നത്? ഒരു സംശയം ശ്രീ റെജി ലൂക്കോസ്, ആ വകുപ്പ് ആരാണ് ഭരിക്കുന്നത്? താങ്കൾ ഈ പറഞ്ഞ ആഭ്യന്തര വകുപ്പ്. അങ്ങനെയാണെങ്കിൽ PV അൻവർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്ന്, അല്ല മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്ന് PV അൻവർ പറഞ്ഞതിനെ താങ്കളും ഇവിടെ വന്ന് അതിനെ സ്ഥിരീകരിക്കുകയാണ്.
അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അത് ഗോപികൃഷ്ണന്റെ കൂർമ്മബുദ്ധിയിൽ പറഞ്ഞു. ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കേരളത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നടക്കുന്ന അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 8 വർഷത്തെ ചരിത്രമൊക്കെ വിളമ്പേണ്ട വരും. അതൊന്നും വേണ്ട. ഈ കേരള പോലീസിന്റെ നന്മ എന്താണെന്നുള്ള ഇന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സേന കേരള സംസ്ഥാന സർക്കാർ എന്നുള്ളവരും. DGPക്ക് നാളെ കഴിഞ്ഞ് അമിത്ഷായാണ് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എന്തിനാ? അല്ല, ADGP RSS നേതാക്കളെ കണ്ടത് ആർക്ക് വേണ്ടിയാണ് ശ്രീ റെജി ലൂക്കോസ്? ADGP RSS നേതാക്കളെ കണ്ടത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക്? അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. പിന്നെ അതല്ലാണ്ട് വേറൊരു വ്യാഖ്യാനത്തിലേക്ക് എന്നെ നിങ്ങൾ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഞാനത് പറയത്തുമില്ല, എനിക്ക് പറയാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി എന്താണ് അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാതിരുന്നത്? എന്തിനാണ് അത് മറച്ചു വെച്ചത്? എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് ആരോപിച്ചപ്പോൾ ഇപ്പോഴും പ്രതികരിക്കാതെ നിൽക്കുന്നത്? അല്ല, വിശദീകരണം ചോദിച്ചവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ പത്രക്കുറിപ്പ് കിട്ടിയില്ലേ? അന്ന് വിശദീകരണം ചോദിച്ചാണ്. അപ്പോൾ തന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രം പോയതാണ്. അത് കഴിഞ്ഞ് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ 2023 മെയ്യിൽ നടന്ന ആ ചർച്ചയിൽ ചോദിച്ചു. അങ്ങനത്തെ 24-ാം തീയതി അത് മുഖ്യമന്ത്രി അറിഞ്ഞു, ചോദിച്ചു, തൃപ്തിപ്പെട്ടു. പിന്നീട് ഡിസംബറിലേക്ക് എത്തുമ്പോൾ കോവളത്ത് റാമാധവനെ പിന്നെയും പോയി കാണുന്നു, അപ്പോഴും ചോദിക്കുന്നു, അപ്പോഴും പറയുന്നു തൃപ്തിപ്പെടുന്നു. അത് വല്ലാത്ത തൃപ്തിപ്പെടാനാവട്ടെ. ഞാൻ എത്താം. ശ്രീ ഷാഫി ചാലിയം, ഇവിടെ ചോദ്യങ്ങൾ മല പോലെ നിൽപ്പാണ്. ഈ പറയുന്ന ഇപ്പോൾ KR ഗോപികൃഷ്ണൻ ചോദിച്ച ADGP ഇവിടെ സന്ദർശന ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എത്ര മണിക്കൂർ, എത്ര സമയം, എന്ത് കാര്യം എന്നത് വ്യക്തമല്ല. ഇനി പൂരത്തിലേക്ക് വന്നാലോ, പാവം VS സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ അവിടെ തോറ്റ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇപ്പോഴും പറയുന്നത് ആ റിപ്പോർട്ട് എന്തോ വരാൻ പോകുന്നുണ്ട്, അത് കോടതിയിലുണ്ടെന്നൊക്കെയാണ്. ഷാഫി ചാലിയം, അങ്ങനെ ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു റിപ്പോർട്ടും ഇല്ല. മുഖ്യമന്ത്രി പറഞ്ഞതല്ലാതെ DGP ADGP ചുമതലപ്പെടുത്തിയതല്ലാതെ അതിൻ്റെ ഒരു അരക്കഴഞ്ച് പരിശോധന ഉണ്ടായിട്ടില്ല. ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ ഷാഫി ചാലിയം? തീർച്ചയായിട്ടും 4.5 മാസം കഴിഞ്ഞു പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ സ്റ്റാറ്റസ് എന്തായെന്ന് പോലും ആരും വ്യക്തമാക്കുന്നില്ല. ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഭരണകൂട നിലപാടിൽ ഗോവിന്ദൻ മാഷക്ക് അസംതൃപ്തി ഉണ്ട് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്, റെജി ലൂക്കോസിനും തോന്നിയിട്ടുണ്ട്. റെജി ലൂക്കോസ് പറഞ്ഞല്ലോ ഗോവിന്ദൻ മാഷക്ക് അതൃപ്തി ഉണ്ട് എന്ന്, അതിൻ്റെ അകത്ത് നിന്ന് വായിച്ചെടുത്തൂടെ. പിന്നെ AKG സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആളുകൾ തരുന്നില്ല. പക്ഷേ റെജി ലൂക്കോസ് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, പാർട്ടി മെമ്പർഷിപ്പുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് CPM-ൻ്റെ കാഴ്ചപ്പാടായിട്ട് നമുക്ക് ആഖ്യാനിക്കാം. ഇതിപ്പോൾ ഏതോ ഒരു കോരൻ്റെ മോനില്ല ഓരോ ചോദിച്ചു എന്ന ഒരു പരിഹാസ മട്ടിലാണ് ഗോവിന്ദ മാഷെ. ഭരണകൂടം അല്ലേ, എന്തായാലും പാർട്ടി അംഗത്തുണ്ടല്ലോ അല്ലേ? ജില്ലാ കമ്മിറ്റി മെമ്പറൊന്നുമല്ലേ? ഓ, വെരി ഗുഡ്. പാർട്ടി അംഗത്തുണ്ട്. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു അംഗത്വം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ CPM-ലെ അംഗത്തുണ്ടല്ലോ, അത് മതി. പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്തവർക്കാണ് ഈ എന്നൊക്കെ ഉപയോഗിക്കുക. നമുക്ക് CPI-ൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട മെമ്പർഷിപ്പുള്ള ഒരു പ്രവർത്തകനാണ്, നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് കരുതി പോരുന്നത്. അതുകൊണ്ട് റെജി ലൂക്കോസ് പറയുന്നത് പിന്നെ CPM-ൻ്റെ വികാരം തന്നെയാണ്, മനസ്സിലായോ? അപ്പം ഗോവിന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു ഭരണകൂടം എന്ന ലെവലിൽ കണ്ടു തുടങ്ങി അല്ലേ? അതൊക്കെ ഭരണകൂടത്തിൻ്റെ കാര്യം. ഇവിടെ സംഭവിച്ച കാര്യങ്ങളുടെ ആഴമെത്രയാണ് നിങ്ങളും ചിന്തിച്ചു നോക്കുക. നേരത്തെയും ഇതുപോലെ ഒരുപാട് പിന്നെ DGP-മാരോട് വന്നിട്ടുണ്ട്. ലോക്നാഥ് മെഹ്റ അദ്ദേഹം വളരെ ശക്തനായിരുന്നു. എപ്പോഴും അദ്ദേഹം പ്രസ്സിനെ കാണും. എന്താ കാരണം? ക്രമസമാധാന ചുമതല അദ്ദേഹത്തിനായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തും. എന്നാൽ അച്യുതാനന്ദന് മുഖ്യമന്ത്രി പദം നൽകിയതുപോലെയാണ് ഇപ്പോഴത്തെ ദർവേഷ് സാഹിബിന് DGP പദം നൽകിയത്. എന്തായിരുന്നു അച്യുതാനന്ദൻ്റെ അവസ്ഥ? വിജിലൻസും ഇല്ല, എന്താണ്, ആഭ്യന്തരവും ഇല്ല. ഇത് രണ്ടും ഇല്ലാത്ത ഒരു സാധു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അതേപോലെ ഈ ക്രമസമാധാന ചുമതലയില്ല. അല്ലല്ല ഷാഫി, അത് തെറ്റായ താരതമ്യമാണ്. VS അച്യുതാനന്ദൻ അങ്ങേയറ്റം ഫൈറ്റ് ചെയ്തു, VS അച്യുതാനന്ദൻ കീഴടങ്ങിയില്ല, സാഹിബിനെ പോലെ ഉണ്ടാതിരുന്നില്ല. അല്ല, ഇത് രണ്ടും ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. അത് നിഷേധിക്കുന്നുണ്ടോ താങ്കൾ? ശരിയാ ശരിയാ, ഇത് രണ്ടും ഇല്ലാതാണ് മുഖ്യമന്ത്രി പദം കൊടുത്തത്. അപ്പോൾ അതേപോലെ എന്തുകൊണ്ട് ഈ പർവേഷ് സാഹിബ് എന്ന മനുഷ്യന് ക്രമസമാധാന പാലന കൊടുത്തില്ല? നേരത്തെ ലോക്നാഥ് ബെഹ്റയ്ക്ക് കൊടുത്ത പിണറായി വിജയൻ എന്തുകൊണ്ട് ഈ സാധുവിന് കൊടുത്തില്ല? നിങ്ങൾ പഠിക്കണം, അതിന് കാരണം എന്താണെന്ന് അന്വേഷിക്കണം. അങ്ങനെയൊക്കെ വരാം. എന്തായാലും ഷാഫി പോലും അംഗീകരിക്കുന്ന രൂപത്തിൽ ഇപ്പോൾ റെജി ലൂക്കോസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്.
അത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ വിഷയത്തിൽ നിലപാടിനെ വ്യക്തമാക്കേണ്ടത് എന്ന് എം വി ഗോവിന്ദൻ സൂചിപ്പിച്ചു എന്ന് പറയുന്നത് അത്രയും നല്ല കാര്യം ശ്രീ റെജി ലൂക്കോസ്. പക്ഷേ മുൻപ് VS മുഖ്യമന്ത്രിയും പിണറായി പാർട്ടി സെക്രട്ടറിയും ആയിരിക്കുമ്പോൾ ബക്കറ്റിലെ തിര പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സമുദ്രത്തിന്റെ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ തിരയ്ക്ക് അതിന്റെ ശക്തിയുള്ളത് എന്ന് പറഞ്ഞല്ലോ അല്ലേ? ഇപ്പോ ബക്കറ്റിലെ തിരയായി പിണറായി മാറിയോ? ഈ മഹാസമുദ്രമായി അതിൽ നിന്ന് വേർപെട്ട് നിൽക്കുകയാണോ എം വി ഗോവിന്ദൻ? അല്ല, ഇവിടെ ബഹുമാനപ്പെട്ട കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പിന്നെ പിണറായി വിജയനെ തളർത്തി, പിണറായി വിജയൻ ഒറ്റപ്പെട്ടു, അല്ലെ പിണറായി വിജയൻ കഴിവില്ലാത്ത ആളാണ്, പോലീസ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനം കൊടുക്കുന്നതിന്റെ കാരണം എന്താ അറിയാം? വേണു വ്യക്തമായിട്ട് അറിയാം. ഇല്ലില്ല, എന്റെ ചോദ്യത്തിന് വഴങ്ങണം. എന്റെ ചോദ്യത്തിന്റെ അർത്ഥം അങ്ങേക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം. ഇല്ലില്ല, പാർട്ടിയുടെ നിലപാട് പാർട്ടി പറയുന്നു, സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി പറയുന്നു. അതല്ല ബക്കറ്റിലെ തിര. ബക്കറ്റിലെ തിര പിണറായി മുന്നോട്ട് വെച്ചത് പാർട്ടിക്ക് അധീനപ്പെടുന്ന മുഖ്യമന്ത്രി എന്ന നിലയിലാണ്. പാർട്ടി എന്ന മഹാസമുദ്രത്തിന്റെ മാറിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പറയുന്ന തിരയായ മുഖ്യമന്ത്രി പദം ഇപ്പൊ നേരെ തിരിഞ്ഞു പോയത് എങ്ങനെയാണത്? അല്ല, അങ്ങനെ ബഹുമാനപ്പെട്ട വേണുവല്ലേ അങ്ങനെ പറഞ്ഞേ? അതായത് കടലിന്റെ മാർത്തട്ടിനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് പിന്നെ നമുക്ക് ജനങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റില്ല ബലമെന്ന് പറയുന്നു. അല്ല എങ്കിൽ ബക്കറ്റിലെ തിര പോലെ ആയിരിക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ ബക്കറ്റിലെ തിരയായിട്ട് പിണറായി വിജയൻ മാറിയോ ഇല്ലയോ എന്നതിനെ ചോദ്യം. അങ്ങനെ ഒരിക്കലും അദ്ദേഹം പറയത്തില്ല. ഇന്ത്യയിലെ ഏക CPM മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പിണറായി വിജയന് കരുത്ത്. ചോദ്യം അതല്ല, പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ഇവിടെ അല്ലല്ല. ഒരു സെക്കൻഡ്, പാർട്ടിക്ക് വിധേയമായി നിൽക്കുന്ന മുഖ്യമന്ത്രി, അതാണ് ബക്കറ്റിലെ തിര. ഇവിടെ ഇപ്പോ ഈ നിസ്സഹായനായി നിൽക്കുന്ന പാർട്ടി സെക്രട്ടറി, സർവാധികാരിയായി നിൽക്കുന്ന മുഖ്യമന്ത്രി, അതെങ്ങനെയാണ് ശരിയാവുക? ഈ പിണറായി തന്നെ സ്വയം റദ്ദാക്കുന്നതല്ലേ അതിലൂടെ, ആ ഉദാഹരണത്തിലൂടെ? ആ ചോദ്യം ആദ്യം തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. കാരണം പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ വാക്കുകൾ. സമ്മേളനമല്ല, പിണറായിയുടെ യാത്രയുടെ അവസാനം. അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാ പറഞ്ഞത്. തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്തുണ്ടായിരുന്നത് സംഗമത്തിൽ ആവശ്യമാണ് യാത്രയുടെ അവസാനം ഈ വിഷയം പറയുന്നത്, സംസാരിക്കുന്നത്. കടലിനെ ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് അതൊക്കെ നമ്മുടെയൊക്കെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാവരുടെയും മുമ്പിൽ ആ പദമുണ്ട്. അത് വളരെ കറക്റ്റുമായിരുന്നു അദ്ദേഹം പറഞ്ഞപ്പോൾ. പക്ഷേ ഇവിടെ വിഷയം ആ അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തിയോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് മറ്റൊരു രീതിയിൽ. പിണറായി വിജയൻ എന്ന് പറഞ്ഞ സഖാവ് ഒരിക്കലും അങ്ങനെ എത്തത്തില്ല. അത് ഇപ്പോഴും പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, കേരളത്തിൽ ശക്തനായ മുഖ്യമന്ത്രിയാണ്, പോലീസിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ പോലീസിനെ കുറിച്ച് പഴി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിമാർക്ക്. എന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ കാര്യശേഷി കുറവിനെ പറ്റിയല്ല. പാർട്ടി ഒരു നിലപാടെടുക്കുക, സർക്കാർ മറ്റൊരു നിലപാടിലാണ് എന്ന് പാർട്ടിക്ക് പറയേണ്ടി വരിക. സർക്കാർ മറ്റൊരു നിലപാടിലാണ് എന്നതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട്. അംഗം സമ്മതിച്ചല്ലോ, ഇനി മുഖ്യമന്ത്രിയാണ് അത് പറയേണ്ടത് എന്ന്. ഇത് രണ്ടും രണ്ടായിരിക്കുന്ന സാഹചര്യം നേരത്തെ ഇല്ല എന്ന് പറഞ്ഞയാളാണ് പിണറായി. അല്ല, അതാണ് CPM എന്നുള്ള പാർട്ടിയുടെ ഏറ്റവും വലിയ ജനാധിപത്യ മുഖമാണ് ഇന്ന് ഗോവിന്ദ മാസ്റ്ററുടെ കണ്ടത്. അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇത് ഞാൻ അസംതൃപ്തനാണ്, അല്ല ഞാൻ അസംതൃപ്തിയുള്ള വാക്ക് പറഞ്ഞില്ല, ഞാൻ തൃപ്തനാണ് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു. പാർട്ടിയെയും സർക്കാരിനെയും തമ്മിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെയും തമ്മിൽ കൂട്ടിയിടക്കണ്ട, വാക്കൊന്നും പറഞ്ഞാൽ കൂട്ടിയിടക്കണ്ട എന്ന് പറഞ്ഞു. അതിൽ എന്താ അർത്ഥാക്കേണ്ടത്? പാർട്ടിയുടെ വികാരം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി തീരുമാനം എടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്, സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. റെജി ലൂക്കോസ്, ഒരു കാര്യം കൂടി, ബക്കറ്റിലെ തിരയാൻ വിട്ടു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പിണറായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? EMS സർക്കാരിന്റെ തുടർച്ച അവകാശപ്പെടുന്നു എന്നാണ് അല്ലേ? ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ പോലും പിണറായി അതാണ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. VS-നെ എല്ലാ കാലഘട്ടത്തിലും ഒഴിവാക്കി നിർത്തുന്ന രൂപത്തിൽ തന്നെയായിരുന്നു ആ പ്രതികരണം. അതിൻ്റെ മുന്നേ എല്ലാവർക്കും അറിയുന്നതാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഒന്നാമത്തെ EMS സർക്കാർ വരുമ്പോൾ എന്താണ് ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട്? തൊഴിൽ തർക്കങ്ങളുണ്ട്, അതിലെപ്പോഴും ജന്മിയുടെ ഭാഗത്തായിരുന്നു പോലീസ്. ഇനി മുതൽ അങ്ങനെ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഏത് ആവലാതിക്കാരൻ വന്നാലും ആദ്യം ഇരിക്കാൻ സീറ്റ് കൊടുക്കണം, അതിനുശേഷം വേണം ആവലാതിക്കാരനെ പോലീസ് കാണേണ്ടത്. ഇതെന്തായിരുന്നു? ഇത് ഒന്നാമത്തെ EMS സർക്കാരിന്റെ നിലപാട് മാത്രമല്ല, അതൊരു പാർട്ടി നിലപാടായിരുന്നു, വർഗപരമായൊരു നിലപാടായിരുന്നു. ആ പോലീസിനാണോ ഇപ്പോൾ കാണുന്നത്? അപ്പോൾ പാർട്ടി നിലപാടിൽ നിന്നും ഭിന്നമായി ഒരു പോലീസ് നയവുമായി സ്വന്തം നിലയിൽ ADGP അജിത് കുമാർ പോയാൽ അതിനെ നിയന്ത്രിക്കേണ്ട EMS സർക്കാരിന്റെ പൈതൃകം ആവശ്യപ്പെടുന്ന മുഖ്യമന്ത്രി എവിടെ? കാണാനില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അല്ല, അതിലൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യാം. EMS സർക്കാരിന്റെ കാര്യത്തിൽ ഒരു നയം കൂടെ ഉണ്ട്. എണീറ്റ് നിന്ന് സ്വീകരിക്കണം പരാതിക്കാരനെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചാൽ പോരാ, റിസപ്ഷൻ വരെ തയ്യാറാക്കി ജനമൈത്രി പോലീസാക്കി മാറ്റിയതും ഇതേ ഇടതുപക്ഷ സർക്കാരാണ്. ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ്. നിങ്ങൾ ഇപ്പോഴും ഇവിടെ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അതായത് നിങ്ങൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നോക്കിയേ,
ഇപ്പൊ ഞാനൊന്നും അങ്ങനെ പോലീസ് സ്റ്റേഷൻ പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളാ. അവിടെ ഇപ്പോഴും ജനങ്ങളോട്, പിന്നെ ഏത് കാലത്തും പോലീസുകാരിൽ ചെറിയ വിഭാഗം ജനങ്ങളോട് മുഖം തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കാത്ത ചെറിയ പോലീസ് സ്റ്റേഷനിലെ സൗകര്യത്തെ പറ്റി അല്ലല്ലോ എന്റെ ചോദ്യം. ശ്രീ റെജി ലൂക്കോസെ, പോലീസ് നയം എന്തായിരിക്കണം, പോലീസ് എന്തായിരിക്കണം എന്നതിലെ പാർട്ടി നയമാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത്. അതിന് വിധേയപ്പെട്ടായിരുന്നു പോലീസ് സംവിധാനം പ്രവർത്തിച്ചത്. അതല്ല ഇപ്പോൾ കാണുന്നതെന്നാണ് എന്റെ ചോദ്യം. അല്ല, പോലീസ് സംവിധാനം തീർച്ചയായിട്ടും സർക്കാരിന്റെ നയമാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് 100% ഒരു ഗവൺമെന്റിന്റെ പോളിസിയാണ് ഒരു പോലീസിനെ സംബന്ധിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ജനങ്ങളുടെ മെക്കിട്ട് കയറുന്നുള്ളൂ, ജനകീയമായിരിക്കണം. ശരി. എന്തായാലും ആ പോളിസി ഭരിക്കുന്ന പാർട്ടിയെ CPM-ന്റെ പോളിസിയാണോ അതോ RSS-ന്റെ പോളിസിയാണോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. അഡ്വക്കേറ്റ് പി കൃഷ്ണ, നമ്മുടെ അതിഥികൾ തുടരുന്നു, പാനൽ തുടരുന്നു. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇവിടെ ദിവസം ഇത്രയായി ഇത്ര ഗുരുതരാരോപണങ്ങൾ ഉണ്ടാകുന്നു. ADGPക്കെതിരെ പഞ്ചസാര പാലമുട്ടായി മട്ടിൽ BJP നേതാക്കൾ പറയുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. BJPക്ക് എന്താണ് അംഗത്വം ചേർക്കേണ്ട തിരക്കാണ്. അത് കാരണം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സമരരംഗത്തേക്ക് ഇറങ്ങാൻ സമയമില്ല. യുവമോർച്ച എന്ന് പറയുന്ന നിങ്ങളുടെ യുവജന പ്രസ്ഥാനമുണ്ട്, അതിന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമില്ല. BJP നേതാക്കളെ സന്ദീപ് വാര്യരൊക്കെ എല്ലാ വിഷയത്തിലും ഘോരഘോരം ഫേസ്ബുക്കിലൊക്കെ ആഞ്ഞടിക്കുന്ന സന്ദീപ് വാര്യരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ കമാന്നൊരക്ഷരമില്ല, എവിടെയുമില്ല. എന്തുകൊണ്ടാണ് ഈ വിഷയത്തോട് നിങ്ങൾക്ക് ഇത്ര പരിപക്വമായ സമീപനം, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM-ൻ്റെ ഒരു സഹയാത്രികനായ MLA അദ്ദേഹം ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ചാനലിൽ ഒരു ചർച്ചയുമില്ലല്ലോ. ADGP RSS നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞാണ് ചർച്ച. എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ഇടതുപക്ഷത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, പ്രത്യേകിച്ച് CPM-നകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നീക്കങ്ങളും, അതിനെ സംബന്ധിച്ചല്ലേ ശ്രീമാൻ PV അൻവർ സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയില്ല എന്ന് മാത്രമല്ല, ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ഇപ്പോൾ എന്താണ് രളംഭാവം കാണിക്കുന്നത്? എന്ത് സാങ്കത്യമാണ് 2023 ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ കണ്ടു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനം? BJP നേതാക്കന്മാർ എന്തിനാണ് അതിൽ പ്രതികരിക്കേണ്ടത്? ഈ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആരെയും കാണാൻ പാടില്ല എന്നാണോ? ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളിൽ ഏതൊരാളെ കാണുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ, വിലക്കുണ്ടോ? കാണുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള നടപടി ഉണ്ടോ? RSS-ൻ്റെ നേതാവിനെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ, ഏതെങ്കിലും ഒരാളെ, ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു എന്നുള്ളത് ഈ രാജ്യത്ത് ചർച്ചയാകേണ്ട വിഷയമാണോ? അപ്പോൾ അത് തലയിൽ മുണ്ടിട്ട് പോയി കാണുന്നത് എന്തിനാണ്? ADGPക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിൽ ദത്താത്രേയ ഹോസാബലയും റാം മാധവനെയും പോയി കാണാൻ പേടി എന്തിനാണ്? വാഹനം മാറ്റിയിട്ട് വേറെ വണ്ടിയിൽ പോകുന്നത് എന്തിനാണ്? RSS-ന്റെ ഉത്തരമേഖല പ്രാന്ത കാര്യവാഹ അങ്ങനെ കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ആദ്യം പറയുന്നത് എന്തിനാണ്? BJP സംസ്ഥാന അധ്യക്ഷൻ അത് പറഞ്ഞ് VD സതീഷ് തലയ്ക്കോളമാണ്, തെളിവ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് എന്തിനാണ്? നിങ്ങളിത് ആദ്യം മൂടിവെക്കാൻ നോക്കിയത് എന്തിനാണെന്നേ കൃഷ്ണദാസ്? ഇത്ര നിർമ്മലമാണ് ആ സന്ദർശനമെങ്കിൽ? ഹാഷ്മി, നിങ്ങൾ ഇപ്പോഴാണിത് അറിയുന്നത്, അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴാണിത് അറിയുന്നത് ഇങ്ങനെ ഒരാൾ കണ്ടു എന്നുള്ളത്. അത് നേരം വൈകിപ്പോയതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? നിങ്ങൾക്ക് അന്ന് വിവരം കിട്ടിയില്ല, അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് ആ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയില്ലായിരുന്നു, അതിൻ്റെ അർത്ഥം അത് മൂടി വെച്ചു എന്നാണോ? പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ കാര്യം പറയുന്നത് RSS-ന്റെ ഉത്തരമേഖല പ്രാന്ത കാര്യവാഹക് ഇപ്പോഴത്തെ കാര്യം പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അത് സ്ഥിരീകരിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇല്ല എന്ന് പറയുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ ആദ്യ പ്രതികരണം കൂടിക്കാഴ്ചയില്ല, സതീഷിന്റെ തലയ്ക്കോളവാ, തെളിവ് കൊണ്ടുപോവാ. അത് ഈ വിവരം പുറത്തു വന്നതിന് ശേഷമാണ്. നിങ്ങളത് മറച്ചു വെക്കാൻ നോക്കിയത് എന്തിനാണെന്നേ ശ്രീകൃഷ്ണദാസ്? ഹാഷ്മി, അതിലെന്താ മറച്ചു വെക്കാനുള്ളത്? ഏതൊരാൾക്കും വ്യക്തിപരമായി ഏതൊരാളെയും കാണാനുള്ള അവകാശമുള്ള നാടല്ലേ നമ്മുടെ നാട്. അങ്ങനെ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു അവകാശമില്ല എന്ന് പ്രത്യേകമായിട്ടുണ്ടോ? കേരളത്തിൽ ആ ഒരു യുക്തി കൊള്ളാം. അതായത് ആർക്കും ആരെയും കാണാൻ അവകാശമുള്ളൊരു നാടാണ് നമ്മുടേത്. അപ്പോൾ താങ്കൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ അനാവശ്യ വിവാദം? ഇപ്പോൾ ഭരണപക്ഷത്തെ MLA ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുണ്ടല്ലോ, അതിലേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ പോകുന്നില്ല. ഇതാണല്ലോ താങ്കളുടെ ഒരു വിമർശനം. അങ്ങനെയാണെങ്കിൽ ഈ വിവാദം വളരെ എളുപ്പത്തിൽ BJPക്കോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കോ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾ മനസ്സിരുത്തിയാൽ. കാരണം നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ, ADGP RSS നേതാവിനെ കണ്ടത് അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അത് ഔദ്യോഗിക സന്ദർശനമായിരുന്നു, അതിനൊരു പൊളിറ്റിക്കൽ ലക്ഷ്യമില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ. അത് നിങ്ങൾ പറയുന്നുമില്ല. മാത്രമല്ല, എന്തിനാണ് നിങ്ങൾ അതിന് മറുപടി പറയേണ്ടത് എന്ന് വെച്ചാൽ, അവിടെ ഉണ്ടായ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ നിന്ന്
ഒരു MP യെ നിങ്ങൾക്ക് കിട്ടിയത് എന്ന രാഷ്ട്രീയ ആക്ഷേപം, വിമർശനം നിങ്ങൾ നേരിടുകയാണ്. അപ്പോൾ ഈ വിവാദം BJPക്കും ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് അവസാനിപ്പിക്കാമായിരുന്നു. പറഞ്ഞാൽ മതി എന്തിനായിരുന്നു RSS നേതാക്കളെ കണ്ടതെന്ന്. അത് BJP പറയുന്നില്ലല്ലോ. ശ്രീ ഗോപികൃഷ്ണൻ, ഇടതുപക്ഷത്തിൻ്റെ വേവലാതി നമുക്ക് മനസ്സിലാകും. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പ്രതാപനെ മാറ്റിയതിനെക്കുറിച്ച് എന്താ പറയാത്തത്? BJP പറഞ്ഞതുകൊണ്ടാണോ പ്രതാപനെ മാറ്റി മുരളീധരനെ മത്സരിപ്പിച്ചത് തൃശ്ശൂരിൽ? സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത് പൂരം കലങ്ങിയതിന് ശേഷമുള്ള വോട്ടുകളാണോ? പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ മാത്രമാണോ BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്? BJPയുടെ ഭൂരിപക്ഷം എത്രയാണ് ഇവിടെ? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയിട്ടുള്ള വോട്ടുകൾ എത്രയാണ്? അദ്ദേഹം ഏത് സ്ഥാനത്തേക്കാണ് പോയത്? അപ്പോൾ 2023 ഒരാൾ മറ്റൊരാളെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വിവാദമുണ്ടാക്കുന്നതിന് പിന്നിൽ ശ്രീമാൻ VD സതീശനുള്ള മനസ്സാക്ഷിയുള്ള പ്രതാപനെ MP പരാജയപ്പെടുത്താൻ. അല്ല ശ്രീ കൃഷ്ണദാസ്, ഇവിടെ കെ സുരേന്ദ്രൻ ചോദിക്കുന്ന $1 മില്യൺ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്ന ചോദ്യം 2024 നടക്കുന്ന പൂരം കലക്കാൻ 2023 കൂടിക്കാഴ്ച, പിന്നെ 2024 പൂരം കലക്കാൻ 2025 കുറുകലത്തെ പറ്റുമോ? അവിടെ നിൽക്കട്ടെ. പൂരം കലക്കിയതിൽ തന്നെ ഈ പറയുന്ന അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഞാൻ പൂരം റിപ്പോർട്ട് ചെയ്ത ആളാണ്, അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ മനുഷ്യരെ പ്രാന്താക്കി ആട്ടി ഓടിച്ച് വെറുപ്പിച്ച അങ്കിത് അശോകൻ എന്ന് പറയുന്ന ആളെ ആദ്യം സസ്പെൻഡ് ചെയ്തില്ല. ആരും ചോദിച്ചില്ല എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല. മാധ്യമ വാർത്ത വരുമ്പോൾ മാസങ്ങൾക്ക് ശേഷം സസ്പെൻഡ് ചെയ്യുന്നു. സ്ഥലം മാറ്റുന്നു. സ്ഥലം മാറ്റി കൃത്യം ഒരൊറ്റ മാസം പൂർത്തിയായില്ല, അതിനു മുമ്പ് കൊടുത്തു. ക്രൈംബ്രാഞ്ച് ഇന്റലിജൻസ് അവരുടെ ഒരു വിങ്ങിൻ്റെ ടെക്നിക്കൽ വിങ്ങിൻ്റെ SP ഒരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അന്വേഷണമില്ല, റിപ്പോർട്ടില്ല. BJPക്ക് പരാതിയില്ല, CPMന് പരാതി. പാവം സുനിൽകുമാർ ചോദിച്ചോട് പുറമെ നടക്കാം. റിപ്പോർട്ടോടെ സർക്കാർ. ഈ പൊളിറ്റിക്കൽ ക്ലൗട്ട് നിൽക്കുമ്പോഴാണല്ലോ ADGP എന്തിനാണ് രഹസ്യമായി 2 തവണ ഇവരെ പോയി കാണുന്ന ചർച്ച ഉണ്ടാകുന്നത്. അതിന് രാഷ്ട്രീയ മറുപടി പറയാൻ നിങ്ങളും ബാധ്യസ്ഥമാണ്. ഹാഷ്മി, ഇതേ സുനിൽകുമാറിൻ്റെ പാർട്ടിയുടെ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ രാജൻ, അദ്ദേഹമല്ലേ ആ പൂരത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ആ പൂരപ്പറമ്പിലുണ്ടായിരുന്ന ഹാഷ്മിയോട് റിപ്പോർട്ട് ചെയ്ത ഒരാളല്ലേ? ഇതേ സുനിൽകുമാർ അവിടെ തന്നെ ഇല്ലേ? പൂരവുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് അവിടെ തന്നെ ഇല്ലേ? ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. അന്ന് രാത്രി സുനിൽകുമാർ ഈ ശ്രീമൂല സ്ഥാനത്ത് ഒരു മുണ്ടും മടക്കി കുത്തി 2 സഖാക്കളുമായി അത്രയധികം പാനിക്കായ സ്ഥലത്തേക്ക് ഒരു മുണ്ടും മടക്കി കുത്തിയെത്തി സുനിൽകുമാർ അവിടെ നിന്നു. ശ്രീമൂല സ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ കളക്ടർ അടക്കം, ജില്ലാ മേധാവികളടക്കം, പോലീസ് അടക്കം അവിടെ നിന്നിട്ട് സുനിൽകുമാർ ചർച്ചയ്ക്ക് ഒരു കൂട്ടരെ വിളിച്ചു. ആ കൂട്ടർ സുരേഷ് ഗോപിക്ക് വേണ്ടി കാത്തിരുന്നു. കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും അല്പ ദിവസങ്ങൾക്ക്. പോട്ടെ, അതിലേക്ക് പോകണ്ട, സമയമില്ലാത്തതുകൊണ്ടാണ്. ഹാഷ്മി, അല്ലല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഹാഷ്മി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൂരം പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ. ആ കേസ് പെൻഡിംഗ് അല്ലേ? സർക്കാർ എന്താ റിപ്പോർട്ട് കൊടുക്കാത്തത്? സുനിൽകുമാറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നെ ഒരു മന്ത്രിയല്ലേ അവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടുണ്ടായിരുന്നത്. എന്താ നടപടി എടുക്കാത്തത്? എന്താ അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നടപടി എടുക്കാത്തത്? സുനിൽകുമാറിന് ഈ സർക്കാരിൽ ഒരു സ്വാധീനവും ഇല്ലാന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? സുനിൽകുമാർ 1ാം സർക്കാരിൽ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ആളാണ് അവിടെ നിന്നുള്ള മറ്റൊരു മന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനൊന്നും യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിന് ഇതൊന്നും യാതൊരു അറിവുമില്ല. ഇതെല്ലാം BJP ആ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമുണ്ടായതിന് സുരേഷ് ഗോപി വന്ന ചർച്ച നടത്തിയാൽ എന്താ പ്രശ്നം? കാഴ്മി, സകല റോഡും അന്ന് രാത്രി ഒരാളെയും അകത്തേക്ക് കടക്കാത്ത സകല റോഡും, ഒന്നല്ല, ഒരു നിരയല്ല, 2-3 നിര കൂറ്റൻ ബാരിക്കേഡ് വെച്ച് സകല റോഡും ചുറ്റിക്കെട്ടി. ആ ചുറ്റിക്കെട്ട റോഡിൽ കൂടെ BJPയുടെ സ്ഥാനാർത്ഥി മാത്രം ഒരു സേവാഭാരതി ആംബുലൻസിൽ അങ്ങോട്ടേക്ക് വന്നു. അവിടെ B. ഗോപാലകൃഷ്ണനും വത്സൻ തില്ലങ്കേരി അടക്കമുള്ളവർ ബാരിക്കേഡ് മാറ്റി അവർക്ക് മാത്രം പ്രവേശനം കിട്ടുന്നു. ചോദ്യങ്ങളല്ലേ? എങ്ങനെയാണ് ഇത് ഒരു BJP സ്ഥാനാർത്ഥിക്ക് മാത്രം വന്ന് പ്രശ്നം പരിഹരിച്ചു വന്ന് അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അതിന് റിപ്പോർട്ട് വരണം. റിപ്പോർട്ടിന് അന്വേഷണം നടക്കണ്ടേ? BJP നേതാക്കൾക്കും ഹിന്ദു ഐക്യവേദി നേതാക്കന്മാർക്കും അവിടെ മാത്രമല്ലെന്നേ, ശബരിമലയിൽ പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴും അവരവിടെ ഉണ്ടായിരുന്നു. ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവിടെ മാത്രമല്ലല്ലോ. അടുത്ത സംശയം വരികയാണ്. അടുത്ത സംശയം ചില പത്രങ്ങൾ എഴുതുന്നുണ്ട്. ശബരിമലയിൽ ഇത്തരത്തിൽ കലാപം ഉണ്ടാക്കാൻ നീക്കം നടത്തിയ ആളുടെ പേര് MR അജിത് കുമാർ ആണെന്നും അവിടെ വത്സൻ തില്ലങ്കേരിക്ക് പോലീസിനെ മയക്ക് കൊടുത്തത് ഇതേ ഉദ്യോഗസ്ഥനാണെന്നും അവിടെ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാത്ത കാര്യങ്ങൾ വഷളാക്കിയത് ഇതേ അജണ്ടയുടെ പ്രകാരമാണെന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ ഏതോ പത്രത്തിൽ. അടുത്ത അതാ ഹാഷ്മി, അജിത് കുമാർ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം CPMൽ നിന്ന് മാറ്റി, സർക്കാരിൽ നിന്ന് മാറ്റി, മുഖ്യമന്ത്രിയിൽ നിന്ന് മാറ്റി, അതെല്ലാം BJPക്കാണ് എന്ന് പറയാനുള്ള നിങ്ങളുടെ വ്യഗ്രത അതെനിക്ക് മനസ്സിലാവും. മറ്റൊരു ശ്രീകൃഷ്ണദാസ്, ഇപ്പൊ അങ്ങ് തന്നെ ഈ ശബരിമലയിൽ വത്സൻ തില്ലങ്കേരിയൊക്കെ എത്തിയ സാഹചര്യം പറയുകയുണ്ടായല്ലോ.
അവിടെ ആ ഗ്രന്ഥം പൂട്ടണ്ട. അതൊരു സുവർണാവസരമായി കണ്ടത് ആരാണ് എന്നതും കേരളം കേട്ടതാണ്. അല്ലല്ല, അതൊരു സുവർണാവസരമായി എടുക്കണമെന്ന് പറഞ്ഞത് ആരായിരുന്നു? PS ശ്രീധരൻപിള്ളയാണ്. നിങ്ങൾ ഈ പൂരം കലക്കിയതും ഒരു സുവർണാവസരം മുന്നിൽ കണ്ടുകൊണ്ടല്ല എന്ന് ആര് കണ്ടു? ഒരു നിമിഷം ഷാഫി ചാലിയം 2 തവണ കൈ ഉയർത്തിയതുകൊണ്ടാണ്. ശ്രീ ഷാഫി ചാലിയം. അല്ല, ഈ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണത്തോട് RSS കേന്ദ്രം അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിച്ച കാര്യം ഇവിടെ ഹഷ്മി പറഞ്ഞു. അതോടൊപ്പം ഈ 24th തന്നെ ശങ്കുട്ടി ദാസ് BJPയുടെ ഔദ്യോഗിക വക്താക്കളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, വെല്ലുവിളിച്ചു, RSS അത് നിഷേധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതവിടെ പോട്ടെ. ഞാൻ BJPയുടെ പ്രതിനിധിനോട് ഒരു ചോദ്യം അങ്ങോട്ട് വിനീതമായി ചോദിക്കട്ടെ. എന്തിനാണ് നിങ്ങളുടെ പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ താമസിക്കുന്ന അയാളുടെ ഫ്ലാറ്റിലേക്ക് എന്തിനാണ് പോയത്? മകന് പെണ്ണ് ചോദിച്ച് പോയതാണോ? അതൊന്ന് താങ്കൾ വ്യക്തമാക്കുക. ഇപ്പോൾ ഇവിടെ ശബരിമലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾ കൂട്ടിച്ചേർത്തില്ല. പോലീസിന്റെ വിവാഹിതനാണ് ഷാഫി. വലിയ ആചാര ലംഘനം നടത്തിയത് ആയിക്കോട്ടെ. അതായത് അയ്യപ്പ വിഗ്രഹത്തിന് നേരെ പൃഷ്ടിഭാഗം കാണിച്ചുകൊണ്ടാണ് മൈക്കെടുത്ത് സംസാരിച്ചത്. മനുഷ്യന്റെ പൃഷ്ടിഭാഗം അയ്യപ്പ വിഗ്രഹത്തിന് നേരെ കാണിക്കാൻ പാടില്ല, കടുത്ത ആചാര ലംഘന. ഇവർക്കതൊക്കെ ആവാം. അപ്പം അത് ചെയ്തുകൊണ്ടാണ് പോലീസിന്റെ മൈക്ക് എടുത്ത് വത്സൻ തില്ലങ്കേരി ഉപയോഗിച്ചു. വത്സൻ തില്ലങ്കേരി പ്രത്യക്ഷപ്പെടുന്നതൊക്കെ നിങ്ങൾ നോക്കുക. ഒന്ന് ശബരിമല, മറ്റൊന്ന് എലത്തൂർ ട്രെയിൻ സ്ഫോടനം, അവിടെ വത്സൻ തില്ലങ്കേരി എത്തുന്നു. അതുപോലെ തന്നെ വത്സൻ തില്ലങ്കേരി എവിടെയും വരുന്നുണ്ട്. നമ്മുടെ കളമശ്ശേരിയിലെ സ്ഫോടന സ്ഥലത്ത് വരുന്നുണ്ട്. ഇങ്ങനെ നിർണായക സ്ഥലത്ത് തൃശ്ശൂരിൽ എത്തുന്നുണ്ട്. അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് കുഞ്ഞനന്തനെ കുറിച്ച് പറഞ്ഞു തരും. എവിടെയെങ്കിലും ഒരു കുഞ്ഞനന്തൻ ഏതെങ്കിലും ഒരു സ്ഥലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അവിടെ ഒരു കൊല നടക്കും എന്ന് പറയുന്ന പോലെ തില്ലങ്കേരിയുടെ എല്ലാ വരവും സമഗ്രമായി പഠിച്ചാൽ അതിൻ്റെ പിന്നിൽ വലിയ അജണ്ട നമുക്ക് കാണാൻ സാധിക്കും. അതോടെ ചോദിച്ചത് പ്രകാശ് ജാവ്ദേക്കർ എന്തിനാണ് EP ജയരാജനെ പോയി കണ്ടത് എന്ന ആ ചോദ്യത്തിന് പ്രിയപ്പെട്ട കൃഷ്ണദാസ് എന്ന നമ്മൾ പാനലിസ്റ്റിന്റെ മറുപടി കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ശരി, ഞാൻ മറുപടിയിലേക്ക് വരും. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഓൾ കേരള സർവീസ് കണ്ടക്ട് റൂൾസ് 1968 ചട്ടം 9 ഇങ്ങനെ പറയുകയാണ്: അൺഓതറൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൽ നോ മെമ്പർ ഓഫ് ദ സർവീസ് ഷാൽ അക്സെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് എനി ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഓഫ് ദ ഗവൺമെന്റ് ഓർ ഇൻ ദ പെർഫോമൻസ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഓഫ് ഡ്യൂട്ടീസ് അസൈൻഡ് ടു ഹിം communicate directly or indirectly any official document or part thereof or information to any government servant or any other person to whom he is not authorized to communicate such document or information. ഇവിടെ MR അജിത് പോയി ദത്താത്രേയ ഹോസാബലയോ അല്ലെങ്കിൽ രാംമാധവൻ എന്തെങ്കിലും വിവരങ്ങൾ കൊടുത്തു എന്ന് പറയലല്ല. പക്ഷേ ഈ വിവരങ്ങൾ അടിമുടി അറിയാവുന്ന ആളാണ്. കേരളത്തിലെമ്പാടും കേസുകൾ എടുക്കാനും കേസുകൾ അട്ടിമറിക്കാനും കരുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവിടെ അധികാരമായിട്ടും അധികാരാതീതമായും ഫോണുകൾ ചോർത്തുന്ന ആളാണെന്ന് ഒരു ഭരണപക്ഷ MLA പറഞ്ഞ ആരാണ് ഈ ഇൻഫർമേഷൻ കൊണ്ട് കൊടുത്തിട്ടില്ലെന്ന് ആർക്കറിയാം? എന്താണ് ഉറപ്പ്, ജോർജ് ജോസഫ്? ഇല്ല, കോൺട്രാക്ട് റൂൾ അനുസരിച്ച് അദ്ദേഹം അങ്ങനെ കാണാൻ പാടില്ല. അത് കാണണമെങ്കിൽ തന്നെ അത് DGPയുടെ കീഴിലുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് സാങ്ഷൻ വാങ്ങിക്കണം. അങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു കാര്യം, ഇപ്പം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ വളരെ വയസ്സായിട്ട് ഒരു കാര്യം പറഞ്ഞു. ആ കണ്ട കാര്യത്തിൽ പാർട്ടിക്ക് കാര്യമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ ഒരാളെ പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വയസ്സായിട്ട് നല്ല ക്ലെവറായിട്ട് അദ്ദേഹം ഉത്തരം പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് ഔദ്യോഗിക ഭരണ സംവിധാനത്തിലെ വലിയ പ്രശ്നമാണ്. അതിനകത്ത് പാർട്ടിക്ക് കാര്യമില്ല. ഭരണ സംവിധാനത്തിൽ ആരെ നിയമിച്ചിട്ടുണ്ട് പാർട്ടി, അവരാണ് ആൻസർ ചെയ്യേണ്ടത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അവിടുത്തെ P ശശി, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അവരാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അദ്ദേഹത്തിനെ എന്തിനു പോയി കണ്ടു, അത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മെമ്മോ കൊടുത്തിട്ട് എന്തിനു കണ്ടു, ആര് പറഞ്ഞിട്ട് കണ്ടു എന്ന് DGP ഒരു മെമ്മോ കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി കൊടുത്തേ പറ്റുള്ളൂ. എന്തിനാണ് പോയി കണ്ടത്, ആര് പറഞ്ഞിട്ടാണ്, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അത് അദ്ദേഹം പറയട്ടെ ഞങ്ങളോട് ഒന്നിച്ച് പഠിച്ചതാണെന്നോ അല്ലെ ഫ്രണ്ട്ലി ആണെന്ന്. കാരണം സംസ്ഥാനത്തെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും ശരി, അവൻ്റെ ഡ്യൂട്ടി വിട്ടിട്ട് മറ്റൊരു കാര്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡ്യൂട്ടിയുടെ സംസ്ഥാന DGPയുടെ ഒരു കൺസെൻറ്റ് വേണം, ഉത്തരവ് വേണം.
അപ്പോൾ ഇങ്ങനെ പല പോലീസ് ഉദ്യോഗസ്ഥരും പലരെ പോയി കാണുന്നതൊക്കെ തെറ്റാണ്. ഇത് മാത്രമല്ല, പലരും ഞാനത് കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ കോൺട്രാക്ട് റൂൾസിന് എഗൻസ്റ്റാണ്. അത് തന്നെയാണ് ആ പ്രൊവിഷനിൽ ഇപ്പം വായിച്ചതും തന്നെ. അത് തന്നെയല്ലേ നമ്മളിപ്പം ഔദ്യോഗിക കൃത്യത്തിൻ്റെ ഭാഗമായിട്ട് പോയി കണ്ടാൽ അത് നേരത്തെ ഇൻറ്റിമേറ്റ് ചെയ്യാം. DGP അല്ലെങ്കിൽ ഹോം സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് പോയി കാണാം. ഇവിടെ അങ്ങനെ ഒരു കാര്യത്തിനൊരു മെമ്മോ DGPക്ക് ഇനിയും കൊടുക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ആ രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷേ ഞാൻ കരുണാകരൻ്റെ കാലഘട്ടത്തിലൊക്കെ, കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനോട് കൂടുതൽ അടുത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണോ എന്തായാലും ശരി, കൂടുതൽ സജീവമായിട്ട് നമ്മൾ ആ ഭരണകക്ഷിയുടെ ഒപ്പം നിൽക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണോ അന്നത്തെ രാജൻ കേസിനകത്തും നക്സൽ വറീസിൻ്റെ കാശും പല പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായവർ തന്നെ ജയിലിൽ പോവുകയും ചെയ്തു. പലരും അന്നത്തെ അവർ കോയമ്പത്തൂർ അവിടെ എൻ്റെ ട്രയൽ നടക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിൽ ചെന്ന് ഉദ്യോഗസ്ഥരെ ചാടുന്നുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രി കരുണാകരൻ അദ്ദേഹം പറഞ്ഞിട്ടാണെന്നോ അന്നത്തെ ഹോം സെക്രട്ടറി പറഞ്ഞിട്ടാണെന്നോ ഒന്നും അവർ പറയുന്നില്ല. അവർ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് പോകുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാൻ ഒക്കും? ഇവിടെ ഇപ്പോൾ അത് തന്നെയാണ് ADGPയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ആര് പറഞ്ഞിട്ടായാലും എന്ത് പറഞ്ഞാലും അത് ഔദ്യോഗികമായിട്ട് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ടുണ്ടെങ്കിൽ അത് എന്തിനെന്ന്, അതാണ് ഞാൻ പറഞ്ഞത്, ഹോം സെക്രട്ടറിയോ അല്ലെങ്കിൽ DGP ഒരു മെമ്മോ കൊടുത്തിട്ട് സമാധാനം വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അല്ല ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഇവിടെ നേരത്തെ ശ്രീ P. കൃഷ്ണദാസ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എന്താണോ PV അൻവർ MLA അല്ലെങ്കിൽ സുജിത് ദാസുമായി നടത്തിയ സംഭാഷണത്തിലൂടെയൊക്കെ പുറത്തു വന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിന്മേലുള്ള യഥാർത്ഥത്തിലുള്ള അന്വേഷണം അല്ലെങ്കിൽ അതിലേക്കുള്ള ഫോക്കസ് മാറുകയും ഇത് ഒരു രാഷ്ട്രീയ വിവാദം എന്ന നിലയിലേക്ക് ഇതിൻ്റെ രൂപം മാറിയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് മറ്റ് ADGPക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ സോളാർ കേസ് ഒത്തുതീർപ്പാക്കിയത്, കൊലപാതക കുറ്റം എന്ന അതിൻ്റെ അതിനോട് കൂട്ടുചേർന്നു എന്നുള്ള ആരോപണം, ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് അന്വേഷിക്കപ്പെടുന്നില്ല? ആ നിലയ്ക്ക് അതെന്തുകൊണ്ട് അന്വേഷിക്കപ്പെടുന്നില്ല എന്നുള്ളതല്ല, അതെന്തുകൊണ്ടാണ് അത് ഫോക്കസിൽ നിന്ന് മാഞ്ഞു പോയതെന്ന്. ഇത് സേനയ്ക്കകത്തുള്ള വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം, അവരുടെ ആഭ്യന്തര പ്രശ്നം കൂടി ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ട്? ഇപ്പോൾ ഒരു ശബ്ദ സന്ദേശം ചില മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഫോൺ ചോർത്തുന്നതിന് വേണ്ടി, അത്തരം സന്ദേശങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഫോൺ ചോർത്താൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചു ADGP MR അജിത് കുമാർ എന്ന നിലയ്ക്കൊക്കെ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സേനയ്ക്കകത്ത് തന്നെ ഇതിനകത്തുള്ള ചരടുവലികൾ നടക്കുന്നുണ്ട് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും സേനയിലെ പല ഗ്രൂപ്പുകളായി മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മൾ അവർ അച്യുതണ്ട് ADGPയുടെയും അജിത് ദാസിൻ്റെ നമ്മൾ കണ്ടു. എത്ര ആരോപണം അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അത് സർക്കാരിന് അന്വേഷിക്കാതിരിക്കാൻ ഒക്കില്ല. മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ DGPക്ക് അത് അന്വേഷിക്കാതിരിക്കാൻ ഒക്കില്ല. അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു CA വിനോദും അതുപോലെ ബെന്നിയും അജിത് ദാസും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് ഒരു പരാതി വന്നു കഴിഞ്ഞു. അതിന് കേസെടുക്കാതിരിക്കാൻ ഒക്കില്ല. അത് അൻവർ MLA ആണ് അത് ഒരു ഭരണകക്ഷി തന്നെയുള്ള ഒരു MLA ആണ് അത് പറയുന്നത്. നമുക്കത് ഇഗ്നോർ ചെയ്യാൻ കഴിയത്തില്ല. അതിനെന്തായാലും നടപടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട്ടെ നമ്മൾ കണ്ടല്ലോ, അവിടുത്തെ ഒരു മാമി എന്ന് വിളിക്കുന്ന ഒരാളെ അയാളെ തട്ടിക്കൊണ്ട് പോയി കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഈ ADGPയും സുജിത് ദാസും അങ്ങനെ അവിടുത്തെ ക്രൈംബ്രാഞ്ചും എല്ലാവരും കൂടെ അന്നത്തെ സമയത്ത് അന്വേഷിച്ചിട്ട് ഒരു ക്ലൂ ഇല്ല. അത് മനഃപൂർവ്വം അത് സപ്രസ് ചെയ്തു എന്നുള്ള ആരോപണമാണ് ശക്തമായിട്ട് വരുന്നത്. അതൊരു സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പേരിൽ സ്വർണ്ണക്കടത്തിൻ്റെ ആരോപണം നിലനിൽക്കുകയാണ്. അതിലേറ്റവും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പോലീസ് പിടിച്ചെടുത്ത ഏകദേശം 156ഓളം കേസുകളിലെ ഒരു സ്വർണ്ണത്തും അത് ഇമ്പ്യൂരിറ്റീസ് കൂടുതലുള്ളതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അതൊരു തട്ടാനെ വിളിച്ചുകൊണ്ടിരുത്തി, ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ആളെ വിളിച്ചുകൊണ്ടിരുത്തി അത് ഉരുക്കി നല്ല സ്വർണവും മോശം സ്വർണവുമായിട്ട് അത് മാറ്റിയെന്ന് അവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് ഒരു തൊണ്ടി സാധനത്തിൽ അതിന് രൂപമാറ്റം വരുത്താൻ പോലീസിന് അധികാരമില്ല. പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടാനെ വിളിച്ചിരുത്തി അത് നല്ലതും ചീത്തയായിട്ട് തിരിക്കാൻ അവർക്ക് അവകാശമില്ല. അതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ADGPയും സുജിത് ദാസും ചെയ്തതെന്നുള്ള കാര്യം സംശയമില്ല. അതിനെപ്പറ്റിയൊക്കെ അന്വേഷണം വന്നല്ലേ പറ്റുള്ളൂ.
അതുപോലെ ഇടവണ്ണയിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി അയാളെ വെടിവെച്ചു, അയാളെ വീടിനടുത്തുള്ള മലയിൽ വെച്ച് വെടിവെച്ച് കൊന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് ആ വീട്ടുകാർ പറയുന്നുണ്ട് അതിൻ്റെ മോട്ടീവ് ശരിയല്ല. അതിൻ്റെ മോട്ടീവ് അയാളെ ജോലി, ആ ഷാൻ എന്ന് പറഞ്ഞ ഒരാളുടെ ജോലി കളഞ്ഞിട്ട് അയാളും സംഘങ്ങളും വന്നിട്ട് ഇയാളെ കൊന്നു കളഞ്ഞെന്ന്, അത് ഞാനും വിശ്വസിക്കുന്നില്ല. അതിൻ്റെ മോട്ടീവ് വീട്ടുകാർ പറയുന്നത് വേറെ കാര്യങ്ങളാണ്. വീട്ടുകാർ സംശയിക്കുന്നുണ്ട്. മാത്രമല്ല അൻവർ അത് പറയുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഇപ്പോൾ സ്വർണ്ണമുരുക്കി എന്തിനാണെന്ന് പി വി അൻവർ ചോദിക്കുന്നു. ഇപ്പം ഇന്നിപ്പോൾ രാവിലെ ഈ പറയുന്ന മാമി, നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ ആ മാമി തിരോധാന കേസിൽ ഇപ്പോഴും മാമി എന്ന് പറയുന്ന ആ വ്യവസായ എന്താണ് ആ വ്യവസായി കാണാനില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പി വി അൻവർ. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട്. ഏറ്റവും നിർണായകമായ ചില തെളിവുകളുമായി ബന്ധപ്പെട്ട് കയ്യിലുണ്ട് എന്ന സൂചന നൽകുന്നുണ്ട് അൻവർ. ഏറ്റവും വൈകിട്ടാകുമ്പോഴേക്കും കോട്ടക്കാവ് സ്റ്റേഷനിലെ കെട്ടിട നിർമ്മാണത്തിൽ ഈ പറഞ്ഞ സുജിദാസിൻ്റെ സമയത്ത് ഉണ്ടായ കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി എന്ന ആരോപണത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഈ സംഘത്തിന് പിന്നാലെ തന്നെയാണ് പി വി അൻവർ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ശ്രീ ഷാഫി ചാലിയം, താങ്കൾ നേരത്തെ BJP പ്രതിനിധിയോട് ചോദിച്ച ആ ചോദ്യം ഒറ്റ വാക്കിൽ ഒന്നുകൂടെ ആവർത്തിക്കാവോ? അല്ല, അതായത് പ്രകാശ് ജാവദേക്കർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം CPM-ന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ EP ജയരാജൻ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ അങ്ങോട്ട് പോയി ചെന്ന് കണ്ടത് എന്തിനായിരുന്നു? ഓക്കെ, കൃഷ്ണദാസ് മറുപടി. കൃഷ്ണദാസ് മറുപടി. കേൾക്കുന്നില്ലല്ലോ. ജാവദേക്കർ EP-യുടെ ഫ്ളാറ്റിൽ പോയി അദ്ദേഹത്തെ കണ്ടത് എന്തിനായിരുന്നു? ഫോൺ വിട്ടുപോയിട്ട്. ഓക്കെ, ഞാൻ റെജി ലൂക്കോസ് ഇവിടെ ജാവദേക്കറെ പോയി കണ്ട EP ജയരാജനെ സംരക്ഷിക്കാൻ നോക്കിയെങ്കിലും EPക്കെതിരെ ഒടുവിൽ നടപടിയെടുക്കേണ്ടി വന്നില്ലേ? അത് തെറ്റെന്ന് വിലയിരുത്തേണ്ടി വന്നില്ലേ? അന്ന് ഈ ശിവനും ബാബിയും എന്നൊക്കെ പറഞ്ഞതാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതെന്താ ഇപ്പോൾ ശിവനും ബാബി ഇല്ലേ? ADGP പോയി RSS നേതാക്കളെ കാണുമ്പോൾ ആശ്വി ഒരു അല്പസമയം തരണം, ഒരു 10-50 സെക്കൻഡ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. അതായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആദ്യമായിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് പിന്നെ ADGP പിന്നെ അജിത് കുമാർ ഈ പറയുന്ന ദത്താത്രേയ ബസുവല്ലയായിട്ട് കണ്ടിട്ടുണ്ടേ, തെളിവ് അദ്ദേഹം പുറത്തുവിടാൻ തയ്യാറാണെന്നും പറഞ്ഞു. അത് അൻവറിന്റെ ഭാഷയെ പറഞ്ഞാൽ അൻവർ വെളിപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പ് അറിഞ്ഞുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം. അന്ന് മാധ്യമങ്ങൾ കൊട്ടിക്കുറിച്ച് തന്നെ പിണറായി വിജയൻ ടാർഗറ്റിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, എന്നെ ബ്രേക്ക് ചെയ്യരുത്, പെട്ടെന്ന് തീർക്കും. അന്ന് തന്നെ പറഞ്ഞേ VD സതീശൻ പറഞ്ഞിരിക്കുന്നു അത് ആ കൂടിക്കാഴ്ച കണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ്, അദ്ദേഹത്തിന്റെ മകളെ എക്സാജോളജിക് എന്ന് പറയുന്ന കമ്പനി SFIയുടെ ഒരു അന്വേഷണത്തിന് രക്ഷിക്കാനാണ്, ലാവ്ലിൻ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ദൂതനായിട്ടാണ് പോയെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ പറയുന്ന മാധ്യമങ്ങൾ മുഴുവൻ ആ ഒരു ദിവസം മുഴുവൻ അത് പ്രചരിപ്പിച്ചു. ബ്രേക്കിംഗ് ആയിട്ടും ന്യൂസ് ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ അത് അതേപടി നിഷേധിച്ചിരിക്കുന്നു VD സതീശൻ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് MR അജിത് കുമാറിനെ ഈ ഗൊസവല്ലയുമായിട്ടുള്ള കൂടിക്കാഴ്ച പറഞ്ഞിട്ടില്ല എന്നത് 2 പ്രാവശ്യം മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെയൊന്നും ബ്രേക്ക് ചെയ്യരുത്. അത് എന്നിട്ട് ഹൈലൈറ്റ് ചെയ്തു ലോക മലയാളിയുടെ മുമ്പിൽ. നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ന് അദ്ദേഹം കുറച്ചുകൂടി ശക്തമായി അത് ആവർത്തിച്ചു. സാറേ, ഇന്ന് ആവർത്തിച്ചു. ഒരു മുഖ്യമന്ത്രി അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല. പക്ഷേ ഇന്നും സതീശൻ പറയുകയാണ് അദ്ദേഹം പിണറായി വിജയനല്ല പൂരം കലക്കി വിജയനാണ്. ഇന്നും ആവർത്തിക്കുക, ഒരു മുഖ്യമന്ത്രി അങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് എന്റെ നിലപാട്. ആവർത്തിക്കുക. സാറേ ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ അതിനെ കയറി ഓവർടേക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് മാറ്റണ്ട. അദ്ദേഹം ഇന്നലെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് എന്താ, പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് ഈ അജിത് കുമാർ ഈ ഗൊസവല്ലയെ കണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പൂരം കലക്കി വിജയൻ അത് പറഞ്ഞു. അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് അതായത് ചില മാധ്യമങ്ങൾ പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയി കണ്ടു എന്നുള്ള ലോക മലയാളിയുടെ മുമ്പിൽ പ്രചരിപ്പിച്ചിട്ട് ഇപ്പോൾ സതീശനെ നിശ്ചയിച്ചതിനെ കുറിച്ച് നിങ്ങൾ ഹൈലൈറ്റ് കൊടുത്തു, അവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്തില്ല. പറഞ്ഞു അത് സതീശൻ എവിടെ നിഷേധിച്ചു? എവിടെ നിഷേധിച്ചു? ഇല്ല, നിഷേധിച്ചിട്ടില്ല. സജിയുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഒരു പത്രക്കട്ടിങ്ങോ വല്ലതുണ്ടോ? ഇല്ലെന്നേ. അതങ്ങനെ നിഷേധിച്ചാൽ വലിയ വാർത്തയാവില്ലേ സാർ? നിഷേധിച്ചില്ലെന്നേ. മാത്രമല്ല ഇന്ന് ആവർത്തിക്കുകയാണ്. ഇന്നും ഈ പറഞ്ഞ SFIO കേസൊക്കെ പറഞ്ഞ് ആവർത്തിക്കുകയാണത്. SFIO അന്വേഷണം എവിടെ പോയി? ഇനിയിപ്പോ നമ്മൾക്ക് ഈ ആളുകളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കണ്ടല്ലോ. എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ കാതൽ? അത് വളരെ ലളിതമാണ്. RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച പിണറായി വിജയനായിരുന്നു. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ മകൾക്കുമെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് ധാരണയായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ BJPക്ക് 2 സീറ്റ് നൽകുക എന്ന ഒരു രാഷ്ട്രീയ
ധാരണ അതിനകത്തുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പൂരം കലക്കൽ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായത്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ ആരോപണത്തിൽ നിന്ന് വി ഡി സതീശൻ പിന്നാക്കം പോയിട്ടില്ല. ലളിതമായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതിലൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല ഇന്നലെ അദ്ദേഹം പിണറായി വിജയന്റെ ദൂതനായിട്ട് അല്ല അദ്ദേഹം പോയെന്നുള്ള അദ്ദേഹം ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ആ വീഡിയോ ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ എടുത്ത് കാണിക്കാമല്ലോ. ഇനി ഞാനൊന്നും പറയാം. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ ഉണ്ട് സാറേ, അദ്ദേഹം മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞ, ഞാൻ പറയുന്നു പിണറായി വിജയന്റെ ദൂതനായിട്ട് പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും കേട്ടിട്ടില്ല. അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ കേൾക്കാത്ത, നിങ്ങളത് കേൾക്കുകയല്ലോ, നിങ്ങൾ ചില മാധ്യമങ്ങളത് കേൾക്കത്തില്ല. അത് കേട്ട വി ഡി സതീശൻ പറഞ്ഞത് പ്രത്യേക ദൂതുമായിട്ടാണ് ADGP പോയതെന്നും കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഡീലാണ് നടന്നത് എന്നുമാണ്. അതല്ല എന്ന് താങ്കൾ തെളിയിക്കൂ. അങ്ങനെയാണ് വി ഡി സതീശൻ പറഞ്ഞത്. സാറേ, താങ്കൾ എന്തോ ഉറക്കത്തിൽ കേട്ടതാണ്. ഞാൻ പറയാം പറഞ്ഞിട്ടില്ല സാറേ. അദ്ദേഹം നിങ്ങൾ എങ്ങനെ തെരഞ്ഞെടുപ്പിയത്? അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ അന്ന് ആദ്യം ഈ കാര്യം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കറക്റ്റാണ്, അത് നിഷേധിച്ചു ഇന്നലെ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ. ഞാൻ ഒരു മുന്നറിയിച്ചോട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ലെന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു നിഷേധം ഉണ്ടായിട്ടില്ല. നിഷേധിച്ച കാര്യം കൈരളി ടിവിയിലെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല എവിടെ അങ്ങ് നിഷേധിച്ചല്ലേ വരൂ. ഇന്ന് ആവർത്തിക്കാന്ന് വന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ടെങ്കിലും അത് ലൈവായിട്ട് കാണിച്ചതാ. ചിലപ്പോൾ അത് പഴയ വാർത്താ സമ്മേളനത്തിന്റെ കാര്യം, ഇപ്പോഴത്തൊന്നും അല്ല. ശരി നമുക്ക് എന്തായാലും അത്ര ഉറച്ചിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. ADGP ആരെ കണ്ടാൽ ഞങ്ങൾക്കെന്താ, RSS നേതാക്കളെ കണ്ടാൽ ഞങ്ങൾക്കെന്താ പ്രശ്നമെന്ന് ചോദിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നിപ്പോൾ അത് വിശദീകരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. CPM കൂട്ടുകെട്ട് എന്ന നിലപാടിലേക്ക് എത്തുന്നു. ആ റിഫ്റ്റ് എത്രത്തോളം വലുതാവുന്നു എന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പോഴും ADGP RSS ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു നിലപാട് ഇപ്പോഴും വന്നിട്ടില്ല. ആ പ്രതികരണത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. ഇതോടെ എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.